നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വർക്ക്ഷീറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വർക്ക്ഷീറ്റ് 1 എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ നോക്കുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് തരുൺ, ഹി ഈസ് സാഡ്. അപ്പോൾ ഇതാണ് തരുൺ, അവൻ വളരെ സാഡാണ്. ഹി ഗോട്ട് ദ റിസൾട്ട്സ് ഓഫ് ദി ടെർമിനൽ എക്സാമിനേഷൻ ടുഡേ. അപ്പോൾ ഇന്ന് അവന് ടെർമിനൽ എക്സാമിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവം ഉണ്ടായത്? ഹി ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അവൻ 2 സബ്ജക്റ്റിൽ തോറ്റുപോയി. ഹിസ് ഫാദർ ഗോട്ട് ആംഗ്രി വിത്ത് ഹിം ആൻഡ് സ്കോൾഡഡ് ഹിം ബാഡ്ലി. അപ്പോൾ അച്ഛന് വളരെ ദേഷ്യമായി. ഗോട്ട് ആംഗ്രി എന്ന് വെച്ചാൽ വളരെ ദേഷ്യമായി. അതുമാത്രമല്ല സ്കോൾഡ് ചെയ്തു പറഞ്ഞാൽ വളരെ ചീത്ത പറഞ്ഞു. ഓക്കെ, ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. അപ്പോൾ ആ അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഡയലോഗ് ബോക്സ്. അപ്പോൾ ആ ഡയലോഗ് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് നമ്മുടെ രീതിയിൽ എഴുതാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇത് തന്നെ എഴുതണ്ട, നിങ്ങൾക്ക് പല രീതിയിൽ വേണമെങ്കിൽ മാറ്റിയിട്ടൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അച്ഛൻ പറയാണ്, തരുൺ ഇവിടെ വന്നടാ, എന്തുട്ടി കാണണ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ തരുൺ കം ഹിയർ, വാട്ട് ഈസ് ദിസ്, യു ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ് ഡിഡിൻ യു എന്നുള്ള രീതിയിൽ ചോദിക്കാം. തരുണെ ഇവിടെ വന്നേ, എന്തേ കാണുന്നത്, നീ 2 എക്സാമിൽ തോറ്റു അല്ലേ എന്ന് ചോദിക്കില്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ തരുൺ പറയാണ്, യെസ് ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അതെ, ഞാൻ 2 സബ്ജക്റ്റിൽ തോറ്റു. അപ്പോൾ അച്ഛൻ പറയാണ്, യുവർ ഫാദർ ഹാസ് ഓൾവേസ് മെയ്ഡ് അസ് പ്രൗഡ്. ഫാദർ ഓക്കെ, യുവർ ബ്രദർ ഹാസ് ഓൾവേസ് മെയ്ഡ് അസ് പ്രൗഡ്. ഓക്കെ, അപ്പോൾ നിൻ്റെ ചേട്ടനെ നിൻ്റെ ചേട്ടൻ എന്താ, ഞങ്ങളെ എപ്പോഴും അഭിമാനമുള്ളവരാക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് യു ഓൾവേസ് പുട്ട് അസ് ടു ഷെയിം. പക്ഷെ നീ എന്താ ചെയ്യുന്നത്, ഞങ്ങളെപ്പോഴും നാണം കെടുത്തണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ തരുൺ എന്താ പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ തരുൺ പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് ഫാദർ മൈ എക്സാം വാസ് റിയലി ടഫ്. എൻ്റെ എക്സാം വളരെ ടഫായിരുന്നു എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഐ കുഡിൻ റിമെമ്പർ എനിത്തിങ്. പക്ഷേ എനിക്കൊന്നും ഓർക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് എക്സാമ്പിൾ എഴുതാവുന്നതാണ്. അപ്പോൾ അതാണ് വർക്ക്ഷീറ്റ് 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങളുടെ രീതിയിൽ എഴുതാനായിട്ട് നോക്കട്ടെ. ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 9th ക്ലാസ് ശരിക്കും കിട്ടിയിട്ടില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ടീച്ചേഴ്സ് നിങ്ങൾ ഇതിൽ ഹെൽപ്പ് ചെയ്യില്ല, നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളൊരു ഒരു മോഡൽ ആൻസർ കീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് ഷെയർ ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ നിങ്ങളുടെ രീതിയിൽ നമുക്ക് എഴുതി പോവാം. ഓക്കെ, സോ അടുത്തത് നോക്കാം നമുക്ക്. നമ്മുടെ നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 2 ആണ്. അപ്പോൾ അത് നോക്കാം. ഇറ്റ് വാസ് എ സാഡ് ഡേ ഫോർ തരുൺ. അതായത് അന്നൊരു ദിവസം വളരെ സാഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് തരുണിന്. ആൻഡ് സോ ആസ് യൂഷ്വൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവ് പോലെ, ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ, ഹി ടുക്ക് ടു റണ്ണിങ് ഇൻ ദ പാർക്ക്. അപ്പോൾ അദ്ദേഹം, നമ്മുടെ തരുൺ എന്ത് ചെയ്തു, തരുൺ എന്ത് ചെയ്തു, പാർക്കിലൂടെ പതിവ് പോലെ ഓടാൻ തുടങ്ങി. കാരണം നമ്മൾ പറഞ്ഞു തരുണിന് വിഷമം വന്നു കഴിഞ്ഞാലൊക്കെ എന്താ ചെയ്യുന്നത്, ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ഹി സാറ്റ് ഓൺ എ ബെഞ്ച്. ഓക്കെ, അവന് വളരെ വയ്യാതായപ്പോൾ, ടയർഡായപ്പോൾ അവനൊരു ബെഞ്ചിലിരുന്നു. ദാറ്റ് വാസ് വെൻ ഹി മെറ്റ് രാംനാരായൺ. അപ്പോഴാണ് നമ്മൾ തരുണാരനെ കണ്ടത്, രാംനാരായണനെ കണ്ടത്. ആരാണ് രാംനാരായൺ എന്ന് പറയുന്നത്? ദ ഒളിമ്പ്യൻ, അതായത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാംനാരായൺ ഇൻഫോംഡ് ഹിം അബൌട്ട് ദ റേസ് ടു ബി കണ്ടക്റ്റഡ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ രാംനാരായൺ നമ്മുടെ തരുണിനോട് പറഞ്ഞു, ശിശുദിനത്തിൻ്റെ അന്ന്, ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു റേസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നീ നല്ലൊരു റണ്ണറാണ്, സോ യു മസ്റ്റ് പാർട്ടിസിപ്പേറ്റ്. നീ എന്തായാലും എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ആൻഡ് ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, യു വിൽ ബി ദ വിന്നർ. ഓക്കെ, നീ ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. എ നോട്ടീസ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ റേസ്. അപ്പോൾ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം, അതായത് പബ്ലിക്കിനെ, ജനങ്ങളെ അറിയിക്കേണ്ടേ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സം പാർട്ട് ഓഫ് ദി നോട്ടീസ് ആർ മിസ്സിങ്. പക്ഷേ കുറേ ഭാഗങ്ങൾ അതിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ മിസ്സായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോട്ടീസിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ 10th ക്ലാസ്സിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടീസിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ബുക്ക് തന്നിട്ടുള്ളത്, വർക്ക്ഷീറ്റ് തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറയുന്ന അതേപോലെ തന്നെ എഴുതി പോകേണ്ട, നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എഴുതാം. ഞാനൊരു ഫോർമാറ്റാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോട്ടീസിന് ഹെഡിങ് വരേണ്ടത്, നോട്ടീസ് എന്ന് ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, അവരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതിന് താഴെ എന്താണ് സംഭവം എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ, അതായത് ശിശുദിനത്തിൻ്റെ അന്നുള്ള ഓട്ടമത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു താഴെ കൊടുത്തിട്ടുള്ള ലൈന് ഫില്ല് ചെയ്യാം. ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു ലൈന് വിട്ടിട്ട് ഒരു കോമയും കൊടുത്തിട്ടുണ്ട്. അതായത് റെസ്പെക്റ്റഡ് എന്നൊക്കെ പറിച്ചിട്ട് പറയില്ല നമ്മൾ, റെസ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട
എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ നോട്ടീസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ പബ്ലിക്കിനാണ് നമ്മൾ ഈ നോട്ടീസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക്കിനെയാണ് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഡിയർ ഫോക്സ്. ഫോക്സ് എന്ന് വെച്ചാൽ കുറുക്കനല്ല, FOX അല്ല, FOLKS. ഫോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമഹാജനങ്ങളെ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരെ, നാട്ടുകാരെ എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഡിയർ ഫോക്സ്, FOLKS കേട്ടോ, ഡിയർ ഫോക്സ്. എന്നിട്ട് പറയാം ഇറ്റ് ഈസ് ഡിസൈഡഡ്, അതവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. എന്താ കണ്ടക്ട് ചെയ്യുന്നത്? എ റേസ്, ഒരു റേസാണ്. എ റേസ് അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. എവിടെയാണ്? നെഹ്റു സ്റ്റേഡിയമാണ്. പിന്നെ 14th November എന്ന് കൊടുത്തിട്ടുണ്ട്, 14 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നേ വരേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ഓൺ 14th November 2020. പിന്നെ ടൈമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് 10 AM, 10 മണി എന്നല്ല കൊടുത്തിട്ടുള്ളത്. ടൈം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഷാർപ്പ് ടൈം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അറ്റാണ് വെക്കേണ്ടത്, അറ്റ് 10 AM. ദോസ് ഹൂ വിഷ് ടു പാർട്ടിസിപ്പേറ്റ്, അതായത് പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളെല്ലാം ക്യാൻ രജിസ്റ്റർ ദ നെയിംസ് വിത്ത് ദ സെക്രട്ടറി ഓൺ ഓർ ബിഫോർ. എന്ത് ചെയ്യണം? സെക്രട്ടറിയുമായിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഓൺ ഓർ ബിഫോർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഡേറ്റിന് അല്ലെങ്കിൽ ആ ഡേറ്റിന് മുന്നേ. അപ്പോൾ നമുക്ക് അവിടെ താഴെ കൊടുക്കേണ്ടത് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. എന്തായാലും 14-ാം തീയതി കൊടുക്കേണ്ടത് നമുക്ക് എന്ത് പറയാം? 13 November 2020 എന്ന് പറയാം. അപ്പോൾ ഓൺ ഓർ ബിഫോർ 13th November 2020 എന്ന് പറയാം. ഓക്കെ, ഇനി ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു നല്ല ഒരു അവസരം, സുവർണ അവസരം മിസ് ചെയ്യരുത്. ഇനി അവിടെ സിഗ്നേച്ചറിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി എന്ന് കൊടുത്തിട്ടുണ്ട്, താഴെ പ്ലേസ്, ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് ഷീറ്റ് 2-ലുള്ള നോട്ടീസിൽ വരേണ്ടത്. നെക്സ്റ്റ് വർക്ക് ഷീറ്റ് 3 ആണ്. തരുൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റേസ് ഹെൽഡ് ഓൺ ചിൽഡ്രൻസ് ഡേ. അങ്ങനെ തരുണ് ആ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് റേസിൽ പങ്കെടുത്തു, ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. ഈവൻ ദോ ഹി വാസ് ഇൻ ദ ലീഡ് അറ്റ് ദ ബിഗിനിങ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ അവൻ വളരെ മുന്നിലായിരുന്നു, പക്ഷേ ഹി ഫെയിൽഡ് ഇൻ ദ റേസ്. പക്ഷേ എന്തുണ്ടായി? അവന് അതിൽ തോറ്റുപോയി. ഹവർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ ഹെൽപ്ഡ് ഹിം ടു വിൻ ദ അപ്രിസിയേഷൻ ഓഫ് ദി പബ്ലിക്. പക്ഷേ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടാനായിട്ട് നമ്മുടെ തരുണിന് സാധിച്ചു. ഓക്കെ, അപ്പോൾ നോക്കാം. ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അറ്റ് ദ ബിഗിനിങ് ബിക്കോസ് ഹി വാസ് ഇൻ ദ ലീഡ്. അപ്പോൾ അവൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം അവനാണ് ഏറ്റവും മുന്നിലായിരുന്നത്. ഹി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഡൗൺ ത്രൈസ് ഡ്യൂറിങ് ദ റേസ്. അവന് സ്ലിപ്പായിട്ട് വീണു. എത്ര പ്രാവശ്യം വീണു? ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 times, 3 പ്രാവശ്യം വീണു. ഡ്യൂറിങ് ദ റേസ് എന്ന് പറഞ്ഞാൽ റേസിൻ്റെ ഇടയിലായിട്ട്. ഹി ഡിസൈഡഡ് നോട്ട് ടു ഗിവ് അപ്പ് ആൻഡ് ഫിനിഷ്ഡ് ദ റേസ്. അപ്പോൾ അവൻ തീരുമാനിച്ചു, എന്ത് പറ്റിക്കഴിഞ്ഞാലും തോൽക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ എന്തായാലും ഈ റേസ് ഫിനിഷ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, തരുൺ ജോട്ടഡ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി ഓൺ ദാറ്റ് ഡേ. അപ്പോൾ തരുൺ എന്ത് ചെയ്തു? അന്ന് രാത്രി അവനുണ്ടായിട്ടുള്ള ഫീലിങ്സൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചു. ക്യാൻ യു ഹെൽപ്പ് ഹിം കംപ്ലീറ്റ് ഹിസ് ഡയറി എൻട്രി. അപ്പോൾ നിങ്ങളോട് അവനൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഫോർമാറ്റ് ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറി എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ പ്ലേസും ആഡ് ചെയ്യാം കേട്ടോ. പ്ലേസ് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് പോകാം. അതിനുശേഷം നമുക്ക് കണ്ടൻറ്റായിട്ട് എഴുതാവുന്നത് വാട്ട് എ മെമ്മറബിൾ ഡേ ഇറ്റ് വാസ്. എന്തൊരു മെമ്മറബിൾ ഡേ ആണ്, അതായത് ഓർക്കാൻ പറ്റുന്ന, ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. വാസ് ഐ ഓവർ കോൺഫിഡൻറ്റ്, ഞാൻ ഇത്തിരി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നോ എന്ന് നമ്മുടെ തരുൺ ചോദിക്കുന്നുണ്ട്. ഇനി തരുൺ എന്തൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ ഒന്ന് പറയാം. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ നല്ല ഒരു ദിവസമായിരുന്നു. ഐ കുഡൻറ്റ് ഈവൻ ഇമാജിൻ ദാറ്റ് ദ തിങ് വിച്ച് ഐ ഡിഡ്. എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല ഞാൻ ഇന്ന് ചെയ്ത കാര്യം. ഐ വാസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് എ ബ്ലാക്ക് ഷീപ്പ് ഇൻ മൈ ഫാമിലി. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലൊരു എൻ്റെ വീട്ടിലത്തെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ അച്ഛനായിക്കോട്ടെ ബ്രദർ ആയിക്കോട്ടെ, എന്നെ ഒരു ബ്ലാക്ക് ഷീപ്പായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെക്കുറിച്ചിട്ട് കരുതിയിരുന്നത് ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ് എന്നുള്ളതാണ്. ബട്ട് ടുഡേ ഐ പ്രൂവ്ഡ് ദാറ്റ് ഐ എം കേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് ടു മേക്ക് മൈ പാരൻസ് പ്രൗഡ്. പക്ഷേ ഇന്ന് ഞാൻ തെളിയിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിവുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് മൈ പാരൻസ് പ്രൗഡ്. എൻ്റെ പാരൻസിനെ പ്രൗഡാക്കാനായിട്ട്, അഭിമാനമുള്ളവരാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാനിന്ന് പ്രൂവ് ചെയ്തു. ഐ കുഡിൻ വിൻ ദ റേസ്. ഓക്കെ, എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. ആസ് ഐ ഫെൽ ഡൗൺ 3 times ഡ്യൂറിങ് ദ റേസ്. അതായത് 3 പ്രാവശ്യം ഞാൻ വീണു, അതുകൊണ്ട് എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല.
ഹവവർ എന്നിരിക്കലും ഐ കുഡ് വിൻ, പക്ഷെ എനിക്ക് വിജയിക്കാൻ പറ്റി. എന്താണ് വിജയിക്കാൻ പറ്റിയത്? ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ ഹു ഗ്യാതേർഡ് ദർ, അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന അല്ലെങ്കിൽ അവിടെ തടിച്ചു കൂടിയിരുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഐ വാസ് ഡിറ്റർമൈൻഡ് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗിവ് അപ്പ്, ഞാൻ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ളൊരു ആളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, റേസിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു ശപഥവും എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്, മൈ മദർ ഹഗ്ഡ് മീ ആൻഡ് സെഡ്, അമ്മ എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. വാട്ട് എ പ്രൗഡ് മൊമെൻറ്റ് ഇറ്റ് വാസ്. എത്ര മനോഹരമായിട്ടുള്ള, എത്ര അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഓക്കെ, ഇതൊരു മോഡലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ റേസിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വളരെ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോവുമായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് ഇൻ ദ ബിഗിനിങ് ഐ വാസ് ഇൻ ദ ലീഡ്, ഞാനായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എനിക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഒരു മോഡൽ മാത്രമാണ്, നിങ്ങളിതുപോലെ എഴുതണമെന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 4 ആണ്. ഹിയർ ഇസ് എ വേർഡ് വെബ് ഫോർ യു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ചൂസിങ് ദ വേർഡ്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് തരുൺ ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ് വെച്ചിട്ട് അതിൽ തരുണിന് സ്യൂട്ട് ആവുന്ന വേർഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ വെബ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. മീഡിയോക്കർ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ പഠിപ്പൊന്നുമില്ലാത്ത ഒരു മിഡിൽ ഒരു റേഞ്ചിലൊക്കെ പോകുന്ന, അതായത് പഠിക്കാനായിട്ട് വലിയ കഴിവൊന്നുമില്ലാത്തൊരു കുട്ടിയാണ്, മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ഗുഡ് ആക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. തരുൺ ഗുഡ് ആക്ടർ ആയിരുന്നോ? തീർച്ചയായിട്ടും അല്ല, ഗുഡ് ആക്ടിങ് ഉണ്ടായിരുന്നില്ല, അവന് ആക്ടിങ്ങിനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നു. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, യെസ്. അപ്പോൾ തരുണിനെ കൺസിഡർ ചെയ്തിരുന്നതായിട്ടാണ് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള രീതിയിലാണ് അവനെ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് അത്ലീറ്റ്, അവൻ നല്ല അത്ലറ്റിക് ആയിട്ടുള്ള സ്കിൽസൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ ലേസി ആയിരുന്നോ? ലേസി ആയിരുന്നില്ല, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിരുന്നു. സ്റ്റുഡിയസ് ആയിരുന്നില്ല, അതായത് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നില്ല. അപ്പോൾ അതിൽ എഴുതേണ്ടതാണ്, നമുക്ക് എഴുതേണ്ടത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, ഗുഡ് അത്ലീറ്റ്, ഹാർഡ് വർക്കിംഗ്, ഡിറ്റർമൈൻഡ്, ഡെഡിക്കേറ്റഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ എഴുതാനുള്ളത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദി എബവ് വേർഡ് വെബ് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് തരുൺ. അപ്പോൾ അടുത്ത പറഞ്ഞിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ടാണ് തരുണിൻ്റെ. അപ്പോൾ നമുക്ക് ഞാനൊരു ബേസിക് ആയിട്ടുള്ളൊരു മോഡൽ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഹി വാസ് കൺസിഡേർഡ് ആസ് ദി ബ്ലാക്ക് ഷീപ്പ് ഇൻ ഹിസ് ഫാമിലി. അവൻ്റെ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് അവനെ കണക്കാക്കിയിരുന്നത്. ഓക്കെ, ബട്ട് ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ഗ്രേറ്റ് അത്ലറ്റിക് സ്കിൽസ്. പക്ഷേ അവന് നല്ല കായികപരമായിട്ടുള്ള കഴിവുകളുണ്ടായിരുന്നു. ഓക്കെ, ഹീ റിയലി വർക്ക് ഹാർഡ്. ഓക്കെ, അവൻ എന്ത് ചെയ്തു? ഹീ റിയലി വർക്ക്ഡ് ഹാർഡ് ടു പാർട്ടിസിപ്പേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്തത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. എന്തിലാണ്? ഇൻ എ റേസ്, ഒരു റേസിലാണ് കേട്ടോ. ഓക്കെ, ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേറ്റഡ് മൈൻഡ് സെറ്റ് ആർ റിയലി അപ്രിഷിയേറ്റബിൾ. അവൻ്റെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ നല്ല ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനിച്ച് ഉറപ്പിച്ച തരത്തിലുള്ള മൈൻഡ് സെറ്റൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്നവയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 5 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രീം ഡ്രീം ഡ്രീം, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഓക്കെ, അപ്പോൾ സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ എന്തായിട്ട് മാറും? റിസൾട്ടായിട്ട് മാറും ആക്ഷനിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് വി നീഡ് ടു ഡ്രീം ബിഗ് സോ ദാറ്റ് അവർ ഡ്രീംസ് എൻകറേജ് അസ് എവറി ഡേ ടു ഡു സംതിങ് ബിഗ് ഫോർ അവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അപ്പോൾ നമ്മളോട് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നം കാണണം. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ദിവസവും പുതിയ പുതിയ എന്തെങ്കിലും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും ചെയ്യാനായിട്ട്. ഓക്കെ, ഇറ്റ് വാസ് തരുൺസ് ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അപ്പോൾ തരുണിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാവുക എന്നുള്ളതായിരുന്നു. രാം നാരായൺസ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ഹെൽപ്ഡ് തരുൺ ടേക്ക് ദ സ്റ്റെപ്പ് ഫോർവേഡ് ടുവേർഡ്സ് അച്ചീവിങ് ഹിസ് ഡ്രീം. അപ്പോൾ നമ്മുടെ തരുണിനെ ആരാ ഹെൽപ്പ് ചെയ്തത്?
രാംനാരായണനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷനും ഇൻസ്പിറേഷനോടൊക്കെ കൂടിയിട്ട് തരുണിന് ഒരു നല്ല നിലയിലെത്താനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ദർ മീറ്റിംഗ് അറ്റ് ദ പാർക്ക് മാർക്ക്ഡ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ലൈഫ് ഓഫ് തരുൺ. ഓക്കെ, അപ്പോൾ തരുണിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ്? നമ്മുടെ രാംനാരായണനെ കാണുമ്പോഴാണ്. ഓക്കെ, ദ സ്പോക്ക് എ ലോട്ട് ഈച്ച് അതർ ഓൺ ദ ഡേ. ആ ദിവസം അവർ ഒരുപാട് സംസാരിച്ചു. രാംനാരായൺ അണ്ടർസ്റ്റുഡ് ദ കാലിബർ ഓഫ് തരുൺ ആൻഡ് ഗേവ് ഹിം എൻ ഓഫർ. അപ്പോൾ നമ്മുടെ തരുണിൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയ അദ്ദേഹം തരുണിനൊരു ഓഫർ കൊടുത്തു. എന്തായിരുന്നു ഒരു ഓഫർ? ഓക്കെ, അപ്പോൾ ഷാൽ വി അറ്റംപ്റ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രാംനാരായൺ ആൻഡ് തരുൺ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഹാപ്പൻ ഡിയർ? അപ്പോൾ നമ്മുടെ തരുൺ പറയുന്നു, ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അപ്പോൾ രാംനാരായൺ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു മോഡലാണ് പറയുന്നത്. ഡോണ്ട് ക്രൈ മൈ ബോയ്, നീ കരയണ്ട എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ തരുൺ പറഞ്ഞിട്ടുണ്ടാവാം, ഐ ഹാവ് എ ബ്ലാക്ക് ഷീപ്പ് ഇൻ മൈ ഫാമിലി. എന്താണ്? ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പോൾ നമ്മുടെ രാംനാരായണൻ പറഞ്ഞിട്ടുണ്ടാവാം, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ എൻ അവർ ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് വൺ തിങ്. ഞാൻ നിന്നെ ഒരു മണിക്കൂറായിട്ട് നിൻ്റെ ഓട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മുടെ തരുൺ ചോദിച്ചു, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എന്താണ് മനസ്സിലായത്? അപ്പോൾ നമ്മുടെ രാംനാരായൺ പറയാണ്, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ആർ നോട്ട് എ ബ്ലാക്ക് ഷീപ്പ്. നീ ഒന്നിനും കൊള്ളാത്തവനല്ല, ബട്ട് എ ഗ്രേറ്റ് റണ്ണർ. പക്ഷെ ആരാണ്? നല്ലൊരു ഓട്ടക്കാരനാണ്. അപ്പോൾ തരുൺ പറയാണ്, ബട്ട് നോ വൺ സപ്പോർട്ട്സ് മീ. പക്ഷെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ രാംനാരായൺ പറയുന്നു, ഐ വിൽ സപ്പോർട്ട് യു ബിക്കോസ് ഐ ഹാവ് വൺ ഒളിമ്പിക് മെഡൽ. അപ്പോൾ നമ്മുടെ രാംനാരായൺ പറയുന്നു, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, കാരണം എനിക്ക് അതിൽ കഴിവുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തരുൺ ചോദിക്കുകയാണ്, ആർ യു രാംനാരായൺ ഹു വൺ ദ ഒളിമ്പിക് ഗോൾഡ് മെഡൽ? അപ്പോൾ ആ ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള രാംനാരായണനാണോ താങ്കൾ എന്ന് നമ്മുടെ തരുൺ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ രാംനാരായൺ പറയുന്നു, യെസ് മൈ ബോയ്, അതെ. ഇഫ് യു വിൻ ദ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ ഐ വിൽ ട്രെയിൻ യു. നീ ആ ഒരു റേസിൽ പങ്കെടുത്തിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം. അപ്പോൾ തരുൺ പറയുന്നു, ഷുവർ സർ, ഐ വിൽ വിൻ. തീർച്ചയായിട്ടും സർ, ഞാൻ ജയിക്കും. അപ്പോൾ നമ്മുടെ രാംനാരായൺ പറയുന്നു, സോ സീ യു ആഫ്റ്റർ 2 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? നിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് ഞാൻ തരാം, 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തരുൺ പറയുന്നു, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ഇത് ഒരു മോഡലാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഭാവനയിലൊക്കെ ഉണ്ടാക്കി ചെയ്യാനായിട്ട് നോക്കുക. സോ ഡോണ്ട് ഡിപ്പെൻഡ്. ഈ ഒരു പറയുന്ന ഒരു വീഡിയോ നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിൽ കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്നും എഴുതാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വർക്ക് ഷീറ്റ് എത്ര എണ്ണമായി? നമ്മുടെ 5 വർക്ക് ഷീറ്റ്, അതിൻ്റെ ആക്ടിവിറ്റി 1 വരെ കഴിഞ്ഞു. ഇനി അതിൽ ആക്ടിവിറ്റി 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എത്രാമത്തെ ആയിരുന്നു? അഞ്ചാമത്തെ വർക്ക് ഷീറ്റിൽ ആക്ടിവിറ്റി 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തരുൺ ഫെൽറ്റ് വെരി ഹാപ്പി അബൌട്ട് ദി ഓഫർ ഗിവൺ ബൈ രാംനാരായൺ. അതായത് രാംനാരായൺ കൊടുത്ത ഓഫറിൽ തരുണിന് വളരെയധികം സന്തോഷം തോന്നി. ഓൺ ഹിസ് വേ ബാക്ക് ഹോം മെനി തോട്ട്സ് കെയിം ടു ഹിസ് മൈൻഡ്. അപ്പോൾ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു. എന്തൊക്കെയാണ് അവൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള, തരുണിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫാദേഴ്സ് ആങ്കർ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പ്രാക്ടീസ് സ്കെഡ്യൂൾ, മദേഴ്സ് ബാക്കപ്പ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. മദേഴ്സ് ബാക്കപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മുടെ തരുണിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവൻ്റെ ചിന്തകളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഓക്കെ, ഫെയിലിംഗ് ഇൻ 2 subjects ടേൺഡ് ഔട്ട് ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 സബ്ജക്റ്റിൽ തോറ്റെങ്കിലും എന്താണ്? അപ്പോൾ ആദ്യം എനിക്ക് വിഷമമായി, പക്ഷേ പിന്നീട് അതൊരു നല്ല കാര്യമായിട്ട് മാറിയപ്പോൾ. അപ്പോൾ അതിനെയാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ വിചാരിച്ചു അത് നല്ലതല്ല, വളരെ മോശമാണെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ മനസ്സിലായി അതിനൊരു നല്ലൊരു വശം കൂടി ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫെയിലിംഗ് ഇൻ 2 subjects ടേൺഡ് ഔട്ട് ടു ബി, അതാ ആയിത്തീർന്നു. എന്തായിത്തീർന്നു? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, ഇഫ് മൈ ഫാദർ ഡിഡിൻ സ്കോൾഡ് മീ, അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഐ വുഡിൻ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ട്രെയിൻഡ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് രാംനാരായൺ. അതായത് അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. എന്തിനുള്ളത്? അതായത് നമ്മുടെ രാംനാരായണൻ്റെ കീഴിൽ, രാംനാരായണൻ്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ല. മൈ സീലസ് പ്രാക്ടീസ് ഓൾസോ ഹെൽപ്ഡ് മീ ടു ഇംപ്രൂവ് മൈ എൻഡ്യൂറൻസ്. അതായത്
എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ശക്തി, ഒരു പവർ, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എൻ്റെ ഒരു സീലസ് ആയിട്ടുള്ള പ്രാക്ടീസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചാപ്റ്ററിൽ, തരുൺ പ്രാക്ടീസ്ഡ് സീലസ്ലി എന്ന് പറഞ്ഞില്ലേ, വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കെയർഫുള്ളായിട്ട് വളരെ ഹാർഡ് വർക്ക് ആയിട്ടാണ് അവൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രാക്ടീസ് അവൻ്റെ എൻഡ്യൂറൻസ് കൂട്ടാനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. വാട്ട് റിയലി മെയ്ഡ് മീ ഹാപ്പി ഈസ്, അതായത് എന്നെ ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് മൈ മദർ വാസ് ദർ ടു സപ്പോർട്ട് മീ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു എത്ര എണ്ണം കഴിഞ്ഞു, 5 വർക്ക് ഷീറ്റ് കഴിഞ്ഞു. 5 വർക്ക് ഷീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ വർക്ക് ഷീറ്റിലേക്കാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി, നമ്മൾ 5 വർക്ക് ഷീറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ 6ാമത്തെ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത വർക്ക് ഷീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം നിങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ 6ാമത്തെ വർക്ക് ഷീറ്റ് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഞാൻ 6ാമത്തെ വർക്ക് ഷീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പാസ് ചെയ്ത് പോവാം. ഓക്കെ, അതുമാത്രമല്ല, നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ SSLC 2022 എക്സാം എഴുതാൻ പോകുന്ന പിള്ളേർക്കുള്ള ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ യൂട്യൂബ് വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് +1 ക്ലാസ്സുകളുണ്ട്, +2 ക്ലാസ്സുകളൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നല്ല രീതിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6th വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ.